നമ്മുടെ ശശി തരൂർ എന്ത് ഭാവിച്ചാണ് ഇപ്പോൾ അതാ വേണമെങ്കിൽ കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ നിന്ന് താൻ മാറിയേക്കാമെന്ന് പറയുന്നു. തരൂർ ചെയ്ത തെറ്റെന്ന് പറയുന്നത് മോദിയും ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഫലവത്തായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ കേരള സർക്കാരിൻ്റെ ചില കാര്യങ്ങളൊക്കെ കൊള്ളാമെന്നും പറഞ്ഞു. ഇങ്ങനെ പറയുന്നത് ഒരു പാർട്ടിയിൽ വേട്ടയാടപ്പെടാൻ മാത്രം പോകുന്ന കുറ്റമാണ്. കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റായി മാറിയത് കൊണ്ടാണ് ഇതൊക്കെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതൊക്കെ നിഷിദ്ധമാണല്ലോ. നിങ്ങൾ CPM-ൽ നിൽക്കുമ്പോൾ മറ്റൊരു പാർട്ടിയെപ്പറ്റിയും ഒരു നല്ല വാക്കും പറഞ്ഞുകൂടാ. പണ്ടൊന്നും ഒരു കാര്യത്തിനും സഹകരിക്കില്ലായിരുന്നു. മരിച്ചാൽ പോലും വാർത്ത കൊടുക്കില്ലായിരുന്നു. ഭാരതീയ ജനസംഘത്തിൻ്റെയും പിന്നീട് BJP-യുടെയും സംസ്ഥാന പ്രസിഡൻ്റായ സൗമ്യനും മൃദുഭാഷിയും തമാശക്കാരനുമൊക്കെ ആയിരുന്നു KG മാരാർ. KG മാരാർ മരിച്ച വാർത്ത ദേശാഭിമാനിയിൽ കൊടുത്തില്ല. കൊടുത്തില്ല. ഒരു പാർട്ടി നേതാവും KG മാരാർക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയില്ല. ഒരൊറ്റ ആൾ. ഞാൻ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ജന്മഭൂമി ഓഫീസിൻ്റെ മുറ്റത്താണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം പൊതുദർശനത്തിന് വന്നത്. വന്ന ഏക രാഷ്ട്രീയ നേതാവ് ഇങ്ങനെയാണ്. അയ്യോ, അയാളുടെ പേര് ഞാൻ എറണാകുളത്തുകാരനാണ്. അദ്ദേഹം മാത്രമാണ് വന്നത്. MLA MP ഒക്കെ ആയിരുന്നു. പേര് വരുന്നില്ല കോൺഗ്രസ്സിൽ. ഇതല്ലാതെ ഒരു നേതാവും അന്ന് വന്നില്ല. പിന്നീടാണ് പതുക്കെ ഇവരുടെ സ്വഭാവം മാറി തുടങ്ങിയത്. ഇതിങ്ങനെ ആയാൽ ശരിയാവില്ല. മരണത്തിൻ്റെ വാർത്ത അപ്പോഴും ജന്മഭൂമി എന്ത് ചെയ്തു? ഇവരുടെ ആരോ CITUവിൻ്റെ നേതാവുണ്ടായിരുന്നു ബംഗാളിൽ, എന്തോ ഒരു മിത്രയപ്പ. അങ്ങേര് മരിച്ചപ്പോൾ ഫ്രണ്ട് പേജിൽ അങ്ങേരുടെ ഫോട്ടോയൊക്കെ ആയിട്ട് ജന്മഭൂമി വാർത്ത കൊടുത്തു. ഞാനടക്കം ഒരുപാട് പേര് ജന്മഭൂമിയോട് ചോദിച്ചു, നിങ്ങളെന്ത് മാരാർജി മരിച്ച വാർത്ത അവർ കൊടുത്തില്ല, പിന്നെ അവരുടെ CITU നേതാവ് അതും ബംഗാളിൽ, നിങ്ങളെന്തിനാണ് കൊടുക്കുന്നത്? അവർ പറഞ്ഞു, അങ്ങനെയല്ല, അവർക്ക് മര്യാദയില്ല എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് മര്യാദയുണ്ടല്ല, അതുകൊണ്ട് ഞങ്ങൾ കൊടുക്കുന്നു. ഈ CPM-ൻ്റെ സ്വഭാവം കോൺഗ്രസ്സിനും BJP-ക്കും ഒക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെങ്കിലും ശരി, മറ്റേ ആൾക്ക് നിങ്ങൾ എതിര് പറയണം. 4-3-7 എന്ന് പിണറായി വിജയൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല 8 പറയണം. ഇതാണ് ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും BJP-ക്കാരൻ്റെയും ഡ്യൂട്ടി എന്നവർ വിചാരിക്കുന്നു. BJP-യിൽ അത്ര വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്കൊരല്പം എതിരഭിപ്രായം, വ്യത്യസ്ത അഭിപ്രായമൊക്കെ പറഞ്ഞ് ജീവിച്ചു പോകാം. BJP-യിൽ. കോൺഗ്രസ്സിലാണ് ഇത് ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. സ്വാതന്ത്ര്യ സമര കാലം മുതൽ മിതവാദി, തീവ്രവാദി 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. തിലകൻ്റെ തീവ്രവാദികൾ, ഗോഖലെയുടെ മിതവാദികൾ. അത് പിന്നീട് ഗാന്ധിയും സുഭാഷും തമ്മിലുള്ള യുദ്ധമായിട്ട് മാറി. പിന്നെ അത് അല്ലാതെ വഷളായി. പിന്നെ സുഭാഷ് ചന്ദ്രബോസ് പുറത്തുപോയി. ഇതാണ് കോൺഗ്രസിൻ്റെ ചരിത്രം. കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻ്റായിട്ട് ഒരേ ഒരു മലയാളിയെ ഉണ്ടായിട്ടുള്ളൂ, സർ C ശങ്കരൻ നായർ. ഈ സർ C ശങ്കരൻ നായർ എഴുതിയ പുസ്തകത്തിൻ്റെ പേരെന്താണെന്നറിയാമോ? ഗാന്ധി ആൻഡ് അനാർക്കി. ഗാന്ധിയും അരാജകത്വവും. ഈ സർ C ശങ്കരൻ നായരുടെ വാദം ഗാന്ധിജിയുടെ സമര പരിപാടികളിലൂടെ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. സ്വാതന്ത്ര്യം കിട്ടുമായിരിക്കും, പക്ഷേ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു രാഷ്ട്രമായിട്ട് നിലനിൽക്കണ്ടേ. വിദ്യാർത്ഥികളെ സമരത്തിന് ഇറക്കിയപ്പോഴാണ് ശങ്കരൻ നായർ ഇത് എഴുതിയതെന്ന് തോന്നുന്നു. അപ്പോൾ ശങ്കരൻ നായർ പറഞ്ഞു, ഇത് ചെയ്തുകൂടാ എന്നൊക്കെ പറഞ്ഞു. വ്യത്യസ്ത അഭിപ്രായം. അത് പുസ്തകമായിട്ട് എഴുതി പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് എന്താ, ഗാന്ധി ശങ്കരൻ നായരെ പുറത്താക്കിയോ കോൺഗ്രസിൽ നിന്ന്? ഒന്നും ചെയ്തു. അല്ല, നമ്മൾ ഈ സമീപകാലത്തും ഒക്കെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതെ, ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറി. എന്താ അവരുടെ ചരൽക്കുന്ന് സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിന് അടിക്കുറിപ്പ് എന്ന് പറഞ്ഞ അവരുടെ പ്രസ്താവനയൊക്കെ വന്നത്. പ്രതിഭാശാലികളായ ആൾക്കാർ അവരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. VN സുധീരൻ, ഇവരൊക്കെ. G കാർത്തികൻ മാത്രമേ മരിച്ചു പോയതുള്ളൂ. ബാക്കിയുള്ളവരിപ്പോഴും ഉണ്ട്, വയസ്സൊക്കെ ആയെങ്കിൽ. ആ ഒരു സ്പിരിറ്റ് എവിടെയോ വെച്ച് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് ഈ ശശി തരൂർ പറഞ്ഞത് സത്യമാണോ എന്ന് നോക്കാതെയാണ്. അങ്ങേര് പറഞ്ഞത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ്. അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് വേറെ തർക്കിക്കാൻ വേണമെങ്കിൽ ഈ പറഞ്ഞ ശതമാനമുണ്ടോ ഇങ്ങനെയുണ്ടോ എന്ന്. കാരണം ഞാൻ അന്തമിട്ട് ബന്ധവും 2,90,000 സ്റ്റാർട്ടപ്പുകൾ, സംരംഭങ്ങൾ തുടങ്ങി എന്നൊക്കെ പറഞ്ഞു. അതെനിക്കറിയാം, അത് വലിയൊരു നുണയാണത് തോന്നി. എന്ത് വാങ്ങിക്കോട്ടെ. ഹിസ് ഒപ്പീനിയൻ അബൌട്ട് ദ സിറ്റുവേഷൻ ഈസ് ഡിഫറെൻറ്റ്. മോദിയുടെ കാര്യത്തിൽ പുള്ളി പറയുന്നു, കുഴപ്പമില്ല, നല്ല മീറ്റിംഗ് ആയിരുന്നു. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെ പാർട്ടിയിൽ ഇങ്ങനെ ഹിംസിക്കേണ്ട കാര്യമൊന്നുമില്ല. വാസ്തവത്തിൽ
ഇവർ ഈ ബഹളം വെച്ചില്ലായിരുന്നെങ്കിൽ എത്ര പേര് ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നുണ്ട്? ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കുന്നവരിൽ എത്ര പേര് എഡിറ്റ് പേജിലെ ലേഖനം വായിക്കും? അതിനെ നോക്കിയിട്ട് ശശി തരൂർ അല്ലാതെ എഴുതിയിട്ടുണ്ട്, ശരി ഞാൻ അടുത്ത പേജിലേക്ക് പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ഈ പരിഭ്രമിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. അത് ബ്ലോവപ്പ് ചെയ്തതാണ് പ്രശ്നമായത്. CPM അതിനെ സഹായിച്ചു. CPM അതൊരു സർട്ടിഫിക്കറ്റായിട്ട് കണ്ടിട്ട് അത് ചെയ്തു. എന്നാൽ ശശി തരൂർ അതിൽ CPMനെ കുത്തുന്നുമുണ്ട്. ഇത് സാധ്യമായത് ഈ മാറ്റങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒടുവിൽ അംഗീകരിച്ചതുകൊണ്ടാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയതുകൊണ്ടാണ് ഈ മാറ്റം ഉണ്ടായത്. അവർ മാറിയില്ലായിരുന്നെങ്കിൽ നടക്കില്ല എന്നൊക്കെ പറയുന്നു. എൻ്റെ സംശയം എന്നറിയോ, ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുമ്പോൾ അത് സ്വാഭാവികമായും വിവാദമാകും. അത് ശശി തരൂരിന് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിലൂടെ അദ്ദേഹം ഒരു പബ്ലിക് അറ്റൻഷൻ തേടാൻ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞതായിരിക്കും. ആയിരിക്കാം. കാരണം ഒരു പൊളിറ്റീഷ്യനാണല്ലോ ബേസിക്കലി. ഇപ്പോൾ പൊളിറ്റീഷ്യന് മീഡിയ ലൈം ലൈറ്റിൽ നിൽക്കണം. അപ്പം മീഡിയ ലൈം ലൈറ്റിൽ നിൽക്കാൻ പലവിധ മാർഗങ്ങളുണ്ട്. അശ്ലീലം പറയുക, ആരെങ്കിലും പിടിച്ച് തല്ലുക, ഇങ്ങനെയൊക്കെ ചെയ്തേക്കാം. ഇപ്പം ശശി തരൂർ അതിന് പോകാത്ത ആളായതുകൊണ്ട് പുള്ളി ഈ വഴി നോക്കി നല്ലൊരു ലേഖനം എഴുതുക. അപ്പോൾ അത് വിവാദമായിക്കോളും. അല്ലെങ്കിൽ ആക്കാൻ ശശി തരൂരിനെ അറിയാം. ശശി തരൂർ കേരളത്തിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മീഡിയ ഫ്രണ്ട്ലി ആയിട്ടുള്ള മനുഷ്യൻ ശശി തരൂരാണ്. ശശി തരൂരിനെ പറ്റി ഒരു നെഗറ്റീവ് ന്യൂസും ഒരു മീഡിയയിലും വരില്ല. ശശി തരൂർ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പബ്ലിക് ചാനലിൻ്റെ റിപ്പോർട്ടർ അങ്ങേരെ തിരുവനന്തപുരത്ത് വെച്ച് തല്ലി. മറ്റൊരു ചാനലും റിപ്പോർട്ട് ചെയ്തില്ല. അർണബ് ഗോസ്വാമി നിലവിളിച്ചുകൊണ്ടിരുന്നു, എൻ്റെ ആളിനെ തല്ലി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ അനക്കമില്ല. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, സുനന്ദ പുഷ്കർ. ദുരൂഹ സാഹചര്യത്തിലായിരുന്നു മരണം. മരിച്ചു എന്നുള്ളത് റിപ്പോർട്ടായി, പിന്നീട് വാർത്തയില്ല. അതാണ് പിന്നീട് മനോരമയുടെ കോൺക്ലേവിൽ സിദ്ദിഖ് ഷാനി പ്രഭാകരനോട് ചോദിച്ചു, ഈ നടിയെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം നടന്നിട്ടില്ല. അതുപോലത്തെ ഒരു കേസായിരുന്നല്ലോ ശശി തരൂരിൻ്റെ. എന്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്, എന്താ റിപ്പോർട്ട് ചെയ്യാനത്? അതിൽ വലിയ ബഹളം നടന്നു. ശശി തരൂരിനെതിരെ കേസായി, CBI അന്വേഷണം വേണമെന്നായി. അങ്ങനെ വലിയ കേരളത്തിൽ ഇത് ആരും കണ്ടില്ല. കാരണം ശശി തരൂർ വിൽ മാനേജ് ദാറ്റ്. അതാണ് ശശി തരൂരിൻ്റെ മിടുക്ക്. ഞാൻ കഴിഞ്ഞ ദിവസമില്ലേ നമ്മളൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞത്, ഐ ആം നോട്ട് എ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് കേസ് ജയിക്കുക, എന്നിട്ട് ഐ ആം എ ഹിന്ദു എന്ന് പറഞ്ഞിട്ട് പുസ്തകം എഴുതുക, എന്നിട്ട് ആ വിധി മാറ്റിക്കുക. ഇത് ഹീസ് ക്വയറ്റ് കേപ്പബിൾ ഓഫ് മാനേജിങ് എവരിബഡി. പക്ഷേ അപ്പോൾ തനിക്ക് ഒരു പ്രാധാന്യമില്ല ഇപ്പം നടക്കുന്നതിലും. VD സതീശൻ, K സുധാകരൻ അവരിവരൊക്കെയാണ് ഷൈൻ ചെയ്യുന്നത്. കുറേ കാലമായി എൻ്റെ പേരൊന്ന് വന്നിട്ട്. സോ ഐ വാണ്ടഡ് ടു ബി. NSS രമേശ് ചെന്നിത്തലയെ പൊക്കി പറയുക, അങ്ങനെയൊക്കെ സംഭവിച്ചില്ല. അപ്പം മൊത്തത്തിൽ എനിക്കൊരു ഷൈനിങ് പോരാ എന്ന് തോന്നിക്കാണും. അതൊരു പൊളിറ്റീഷ്യൻ അങ്ങനെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ചാൽ അയാളെ കുറ്റം പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയാണ് പൊളിറ്റീഷ്യൻസ് ലൈം ലൈറ്റിൽ നിൽക്കുക. പക്ഷേ ഇതിന് രണ്ട് മുഖങ്ങളുണ്ടല്ലോ. ഒരേ സമയം മോദിയെയും പ്രകീർത്തിക്കുന്നു, പിണറായിയെയും പ്രകീർത്തിക്കുന്നു. അതൊരു വല്ലാത്തൊരു അതുകൊണ്ട് അങ്ങേർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നു. ഇപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഇയാളെ കുരിശിലേറ്റാൻ പോകുന്നത്? പിണറായിയെ പൊഴുത്തിയതിൻ്റെ പേരിലാണോ, അതോ മോദിയെ പൊഴുത്തിയതിൻ്റെ പേരിലാണോ, അതോ രണ്ടും ചേർന്നാണോ? അതോ തരൂർ കാണുന്നത് മാത്രമല്ല, മോദി ട്രംപ് കൂടിക്കാഴ്ച സക്സസ് ആയിരുന്നു. ഇവരുടെ വേറൊരു ഹീറോ ഉണ്ടല്ലോ ബീഹാറിൽ, കനയ്യകുമാർ. ഇനി മോദിക്ക് ഉറക്കമില്ലാത്ത നാളുകൾ, ഇന്ത്യൻ ചെഗുവേര പിറന്നു എന്നാണ് മനോരമ ഓൺലൈൻ വാർത്ത കൊടുത്തത്. ആ ചെഗുവേരയാണ് പറയുന്നത് അങ്ങനെ കാർന്നൊരു യോഗ്യനാണ്. നല്ല ശശി തരൂർ പറഞ്ഞത് കറക്റ്റാണത്. ശശി തരൂർ പറഞ്ഞത് കറക്റ്റ്. അല്ല, ഇവരെല്ലാം കൂടെ ഈ കനയ്യകുമാരനും തരൂരും എല്ലാം കൂടെ BJP-യിലോട്ട് വരുമോ? BJP-യിലേക്ക് വരുമെന്ന് ഞാൻ കരുതുന്നില്ല. കനയ്യകുമാറിൻ്റെ കാര്യം പറയാൻ പറ്റില്ല. ശശി തരൂർ ഉടനെയൊന്നും BJP-യിലേക്ക് വരില്ല. ഈ കനോട്ട് വന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നതാണ്. പക്ഷേ ശശി തരൂർ എത്ര കൂട്ടിയാലും കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ഇവർ സമ്മതിക്കില്ല. ആര്? സതീശനും രമേശ്. അല്ല, ഇവർ സമ്മതിക്കേണ്ട രാഹുൽ ഗാന്ധി സമ്മതിച്ചാൽ മതി. രാഹുൽ ഗാന്ധി സമ്മതിക്കുമോ? അതൊക്കെ ഈ ഇക്വേഷൻസ് എങ്ങനെ ഇപ്പോൾ കോൺഗ്രസ്സിൽ മോസ്റ്റ് പവർഫുള്ളായിട്ട് നിൽക്കുന്നത് KC വേണുഗോപാൽ. അതെ. ഹിന്ദി ഡിബേറ്റ്സ് ഒക്കെ നോക്കിയോ, ഹിന്ദിയിലെ ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, അരെ കോൺ ഹൈ വേണുഗോപാൽ? രാഹുൽ ഗാന്ധി സെ അഗർ ബാത് കർനാ ഹൈ തോ പെഹലെ വേണുഗോപാൽ സെ ബാത് കരോ. ഒന്ന്, വേണുഗോപാൽ ഒരു സൗത്ത് ഇന്ത്യൻ പേരാണ്.
അവിടെ വേണുമില്ല, മുരളിയേ ഉള്ളൂ. ആ ആ ആ മുരളീധർ, വ്യാപകമായിട്ട് മുരളീധർ. വേണുവില്ല അല്ല, വേണുഗോപാൽ എന്ന് പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ പേര് പറഞ്ഞു. ശരിയല്ല. അപ്പോൾ വേണുഗോപാൽ അവർക്കൊരു സ്ട്രേഞ്ച് പേരാണ് സാധാരണഗതിയിൽ. നമുക്കിവിടെ മുരളീധരനുമുണ്ട് വേണുഗോപാലുമുണ്ട്, രണ്ടും നമ്മൾ എടുത്തിട്ടുണ്ട്, അവരൊന്നേ എടുത്തുള്ളൂ. അപ്പോൾ ഈ വേണുഗോപാലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. രാഹുൽ ഗാന്ധിയോട് സംസാരിക്കാം എന്ന് വിചാരിച്ചിട്ട് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ എടുക്കുന്നത് വേണുഗോപാലായിരിക്കും. വേണുഗോപാലിനെ മുട്ടാതെ രാഹുൽ ഗാന്ധിയെ കാണാൻ പറ്റില്ല. ഈ രീതിയിൽ പവർഫുള്ളായിട്ട് വേണുഗോപാൽ നിൽക്കുന്നു. ഇത് വടക്കന്മാർക്ക് തന്നെ പിടിക്കുന്നില്ല. പിന്നെ അത് തെക്കന്മാരും കൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ വേണുഗോപാലിൻ്റെ കാര്യം കുഴപ്പത്തിലാകും. വേണുഗോപാൽ വല്ലാതെ ക്ഷുഭിതനായിട്ടൊക്കെ കാണപ്പെട്ടു. അഭിനയമാണോ നേരാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ കരുതുന്നില്ല ശശി തരൂരിനെ പാർട്ടി പുറത്താക്കലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. BJP-യിലോട്ട് വരാനും പോകുന്നില്ല. BJP-യിലേക്ക് ഇപ്പോൾ വരാൻ പ്രയാസമാണ്. വരേണ്ട ഒരു സമയമുണ്ടായിരുന്നു. പറഞ്ഞ ഇപ്പോൾ വരുന്നതാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് വരാമോ? അല്ലല്ല, ഇതിന് മുമ്പ് കുറേ കൂടെ സിറ്റുവേഷൻ ഫേവറബിൾ ആയിരുന്നു. ഇപ്പോൾ ശശി തരൂർ വരുന്നത് എന്തിനാണ്? തിരുവനന്തപുരം സീറ്റിൽ നിന്ന് മത്സരിക്കാൻ അത് BJP സമ്മതിക്കില്ല. കാരണം BJP-ക്ക് സ്വയം തിരുവനന്തപുരം ഓൾമോസ്റ്റ് കിട്ടാൻ പോയി എന്നുള്ള അവസ്ഥ വരെ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വോട്ട് നോക്കുക, അതിനു മുമ്പ് O രാജഗോപാലിന് കിട്ടിയ വോട്ട് നോക്കുക. നാരോ മാർജിനിലാണ്, 2ാം സ്ഥാനത്താണ് BJP തോൽക്കുന്നത്. അപ്പോൾ പിന്നെ അവർ അധ്വാനിച്ച് ഇവിടം വരെ എത്തിച്ചത് ചുമ്മാ ഒരു പ്ലേറ്റിൽ വെച്ച് ശശി തരൂരിന് അവർ കൊടുക്കുക. അപ്പോൾ അവരുടെ കൂട്ടത്തിലെ ആൾക്കാർ പണങ്ങും. ഇതുവരെ ഞങ്ങൾ ഇയാൾക്ക് ഇപ്പോൾ എടുത്തത് ഇപ്പോൾ വീണ്ടും ഇയാൾക്ക് മുദ്രാവാക്യം വിളിക്കുന്നത് ഈ ജാതി കുഴപ്പത്തിലാവും. അതുകൊണ്ട് പ്രയാസം, BJP-യിലേക്ക് വരാൻ പ്രയാസം. അല്ല, വെറുതെ ഒരു അറ്റൻഷൻ തേടിയിട്ട് തരൂരിന് എന്ത് കിട്ടാനാ? കോൺഗ്രസ്സിൽ അങ്ങനെയാണ് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയിക്കുക. യു ബി ഇൻ ലൈം ലൈറ്റ്. അതൊരു പൊളിറ്റീഷ്യന് ആവശ്യമല്ലേ? അല്ലെങ്കിൽ സുനിൽ തന്നെ പറയും പുള്ളി ഒതുങ്ങിയെന്ന് തോന്നുന്നു, പുള്ളി ഇപ്പോൾ ഒന്നും കേൾക്കാനില്ലല്ലോ പറയില്ലേ? അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതാണ് അതിനുള്ള നാടകമാണ്. അതല്ലെങ്കിൽ യു വിൽ നോട്ട് ബി കൺസിഡേർഡ്. ജനമനസ്സിൽ നിന്ന് നിങ്ങൾ പുറത്താകും. അതുകൊണ്ട് ജനമനസ്സിൽ നിലനിൽക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റീഷ്യന് ചെയ്യേണ്ടി വരും. ആ ഒരു ചെയ്ത്തുമാകാമെത് ഞാനതിന് അങ്ങനെ കുറ്റം പറയില്ല. കാരണം എല്ലാ പൊളിറ്റീഷ്യൻസും ഇതൊക്കെ ചെയ്യുന്നതാണ്. സ്വന്തം റിലവൻസ് നഷ്ടപ്പെട്ടു എന്ന് വന്നു കഴിയുമ്പോൾ ഒരു ഗുണ്ട് പൊട്ടിക്കും. അപ്പോൾ എല്ലാവരും ആ ബഹളമായി. അപ്പോൾ ഇദ്ദേഹം ഇത് 2 നിലയുള്ള ഗുണ്ടായിപ്പോയി, കേന്ദ്ര ഗുണ്ടും സംസ്ഥാന ഗുണ്ടും. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെ അവഗണിക്കാൻ ഒരു പ്രത്യേക സാമർഥ്യം വേണം. ആ സാമർഥ്യം കെ കരുണാകരനുണ്ടായിരുന്നു കോൺഗ്രസ്. കെ കരുണാകരനൊരു പ്രത്യേകത അറിയാമോ? പത്രം വായിക്കില്ല. ശരി, കരുണാകരൻ പത്രം വായിക്കില്ല. 2 പുസ്തകങ്ങളാണ് കരുണാകരൻ വായിക്കുന്നത്. ഒന്ന് ജ്ഞാനപ്പാന, വേറൊന്ന് നാരായണി. പുസ്തകം വായിക്കാതെ കേരള രാഷ്ട്രീയം കൊണ്ടു നടന്ന ആളാണ് കെ കരുണാകരൻ. പത്രം ഒട്ടും വായിക്കില്ല. അതൊക്കെ എന്തെങ്കിലും എഴുതിക്കോട്ടെ. ഏതായാലും എനിക്ക് തോന്നുന്നു. ബട്ട് അതേസമയം കരുണാകരന് പത്രത്തിൽ വാർത്ത ഉണ്ടാക്കാനും മറിക്കാനും പിടിക്കാനും ഒക്കെ അറിയാം. കരുണാകരൻ വായിക്കുന്നില്ലെന്നുള്ളൂ, ഫീഡ്ബാക്ക് കരുണാകരന് കിട്ടും. മനോരമയിൽ ഇങ്ങനെയാണ്, മാതൃഭൂമിയിൽ അങ്ങനെയാണെന്നൊക്കെയുള്ള വിവരങ്ങൾ മുഴുവൻ പുള്ളി പൊട്ടനല്ല, വിവരങ്ങളെല്ലാം പുള്ളിയുടെ. പുള്ളി നേരം വിളിക്ക് എതിർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന പരിപാടിയില്ല. അതൊക്കെ അച്യുതാനന്ദൻ EMS ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ പത്രങ്ങളും വരുത്തുക, അത് നോക്കുക. കരുണാകരൻ മെനക്കെടുക്കുക. എന്ത് കാര്യം നമുക്ക് അതിൻ്റെ എസൻസ് നമുക്ക് കിട്ടും. ബാക്കി അവൻ വളവളാന്ന് എന്തൊക്കെയോ എഴുതി കാണുക. അതുകൊണ്ട് കരുണാകരൻ ലേഖനം എഴുതാറുമില്ല. കണ്ടിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയൊക്കെ ലേഖനം എഴുതും. ഉമ്മൻചാണ്ടിയല്ല, ഉമ്മൻചാണ്ടിയുടെ പേര്. ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ആരെങ്കിലും എഴുതുന്നതായിരിക്കാം. അത് ശരി, ഇപ്പം ഇത്രയും ബിസി ആയിട്ടുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റില്ല. അവരൊരു ആശയം എന്താ ഇന്ന രീതിയിൽ ഒന്ന് എഴുതി കൊടുത്തേക്ക് എന്ന് പറയും ഉമ്മൻചാണ്ടിയുടെ പേര്. അങ്ങനെ കരുണാകരൻ്റെ പേരിൽ ഒരു സാധനം വന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. കരുണാകരൻ്റെ പേരിൽ വന്ന ലേഖനം അല്ല. തരൂർ ഏതായാലും 2 നിലയുള്ള വെടിയാണ് നേരത്തെ പൊട്ടിച്ചു. ഒന്ന് നാഷണൽ ലെവലിലും ചർച്ചയായി, കേരളത്തിലും ചർച്ചയായി. വെരി ഗുഡ്, നടക്കട്ടെ. ആ മനുഷ്യന് എന്തെങ്കിലും പ്രോമിനൻസ് കിട്ടട്ടെ, എന്തെങ്കിലും കിട്ടാനുള്ളത് കിട്ടട്ടെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.